കോഴിക്കോട് മലബാർ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ നെല്ലിക്കോട് സ്വദേശി ദയാനന്ദൻ അണുബാധ. ദയാനന്ദന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തു. അണുബാധയ്ക്ക് കാരണം ചികിത്സാ പിഴവെന്ന് മെഡിക്കൽ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. കേസിൽ അന്വേഷണം നടക്കട്ടെ എന്ന് ആശുപത്രി അധികൃതർ. ഞാൻ 2024 ജൂലൈ 17 മലബാർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അഭിഷേക് രാജൻ ഡോക്ടർ ഹെർണിയന്റെ ഓപ്പറേഷൻ ചെയ്തതാ. അത് തകരാറായി. രണ്ടാമത് അയാൾ തന്നെ ഓപ്പറേഷൻ ചെയ്തു. രണ്ടാമത് ചെയ്തിട്ടും ശരിയായില്ല. 10-ാം മാസം ലാസ്റ്റ് രണ്ടാമത് ചെയ്തു. രണ്ടാമതും തകരാറായി. വീഴ്ചയാണ്. അഭിഷേക് രാജൻ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ പറഞ്ഞതാ ഇതേമാതിരി 5 ആൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആകാശ് ചെയ്യുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ആകാശ്, ഇക്കാര്യത്തിൽ അദ്ദേഹം രോഗമുക്തനായോ? ഈ അണുബാധയിൽ നിന്ന് എപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്? ഇക്കാര്യത്തിൽ പോലീസ് കേസുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടാവാൻ കാരണം എന്താണ്? ഹർഷൻ, ഈ കേസ് ഉണ്ടാവുന്നത് 2024 2024 17-ാം തീയതിയായിരുന്നു ഈ സംഭവം. ജൂലൈ 17-നായിരുന്നു ഈ സംഭവത്തിന്റെ കാര്യമെന്ന്. ഹെർണിയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് മലബാർ ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്ന് ശസ്ത്രക്രിയ നടത്തി മാസങ്ങൾക്ക് ശേഷം അണുബാധയുണ്ടാവുകയും ഈ ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്ത് ചുവന്ന നിറം കാണപ്പെടുകയും സാഹചര്യത്തിലാണ് പിന്നീടും ഈ അഭിഷേക് രാജൻ എന്ന് പറയുന്ന സർജന്റെ അടുത്തേക്ക് ഇദ്ദേഹം, ഈ ദയാനന്ദൻ എന്ന് പറയുന്ന നെല്ലിക്കോട് സ്വദേശി പോകുന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ശസ്ത്രക്രിയ നടത്തുകയും അതിലും പിന്നീട് അണുബാധ കാണപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇയാൾ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് ചികിത്സ തേടുന്നതും ശസ്ത്രക്രിയ നടത്തുന്നതും. ഇതിന്റെ ഭാഗമായി തന്നെ ദയാനന്ദൻ പോലീസിൽ പരാതി നൽകി. അതിന്റെ ഭാഗമായി പോലീസ് കൃത്യമായ ഒരു പഠനം നടത്താനും കൂടെ ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്താനുമായി ജില്ലാ DMOയ്ക്ക് ഈ പരാതി കൈമാറുകയും ജില്ലാ DMO ഒരു എക്സ്പെർട്ട് പാനലിൽ നിയോഗിച്ചുകൊണ്ട് ആ പാനലിലാണ് ഇതിന്റെ കൂടുതൽ ഈ ദയാനന്ദന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും കൂടാതെ തന്നെ ആശുപത്രിയിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും ആശുപത്രിയിലെ ഡോക്ടർ ഉൾപ്പെടെ DMOയും കൂടാതെ തന്നെ ഈ എക്സ്പെർട്ട് പാനലും കൃത്യമായി അന്വേഷണം നടത്തുകയും അതിന്റെ ഭാഗമായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കൈമാറുകയുമായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ദയാനന്ദൻ പറയുന്നത് ഇതുപോലെ നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. 5-ലധികം പേരോളം ഈ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അണുബാധ വന്നിട്ടുണ്ട്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ ഡോക്ടർ ഭാഗത്തുണ്ടായ അശ്രദ്ധയാണ്. ഈ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉൾപ്പെടെ ഡോക്ടർ ഭാഗത്ത് നിന്ന് വലിയ അശ്രദ്ധയുണ്ടായി. ഈ കാര്യം പലതവണ ആശുപത്രി അധികൃതരുമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലവിലും ഇദ്ദേഹം ആന്റിബയോട്ടിക് ഉൾപ്പെടെ കഴിക്കേണ്ട ഒരു സാഹചര്യമാണ്. വാർദ്ധക്യകാലത്തുൾപ്പെടെ ആന്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുകയാണ്. കൂടാതെ ഇതിന്റെ വേദനയും അദ്ദേഹം ഇപ്പോൾ സഹിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ മലബാർ ആശുപത്രി അധികൃതരെ അറിയിച്ചപ്പോൾ ഇവർ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. ഇതിന്റെ ഭാഗമായി തന്നെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഈ ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരും പറയുന്നത് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ. DMO ഉൾപ്പെടെയുള്ള അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ, മറ്റൊരു പ്രതികരണത്തിനുമില്ല എന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടാവുന്നത് 2 വർഷം മുമ്പാണ്. 2 വർഷം മുമ്പുണ്ടായൊരു സംഭവമാണ്. ഈ 2 തവണ ഇതേ മലബാർ ആശുപത്രിയിൽ ഇതേ ഡോക്ടർ അഭിഷേക് രാജൻ ഈ ദയാനന്ദനെ 2 തവണ ശസ്ത്രക്രിയ നടത്തുകയും അതിൽ 2 തവണയും അശ്രദ്ധയുണ്ടായെന്നും ചികിത്സാ പിഴ ഉണ്ടായെന്നുമാണ് ഇപ്പോൾ ദയാനന്ദൻ തന്നെ ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടക്കാവ് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. നടക്കാവ് പോലീസിന്റെ FIR-ൽ പറയുന്നത് ഈ ദയാനന്ദന്റെ പരാതി പ്രകാരം ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ചികിത്സാ പിഴ ഉണ്ടായി, അശ്രദ്ധയുണ്ടായി. അതിന്റെ ഭാഗമായി തന്നെ DMOയ്ക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ DMOയും കൂടാതെ എക്സ്പെർട്ട് പാനലും നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന്റെ അന്വേഷണവുമായി ഇപ്പോൾ നടക്കാവ് പോലീസ് മുന്നോട്ട് പോകുന്നത്. DSP റാങ്കിലുള്ള പോലീസാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി അധികൃതർ ഈ അന്വേഷണം നടക്കട്ടെ എന്നും അതിൽ മറ്റു രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നും അന്വേഷണത്തിന് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാമെന്നുമാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഹർഷൻ, ആകാശാണ് വിവരങ്ങൾ നൽകിയത്.